എന്തിനിത്ര കാലമെടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആദ്യത്തെ ഷോട്ടിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. അവസാനമായി ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഗൾഫ് കുടിയേറ്റത്തിന് കേരള ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലുമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള കുറച്ച് ആൾക്കാരുടെ ശ്രമത്തിന്റെ ഫലമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. സോഫ് ടു ബ്ലെസി, പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് ടീം. ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു പൊതു കാരണമേ അതിനുള്ളൂ. ദാറ്റ് ഈസ് ദ ലവ് ടുവേർഡ്സ് സിനിമ. ഈ പ്രണയത്തെ പ്രതി ഒരു സംവിധായകൻ 16 വർഷക്കാലത്തെ തൻ്റെ സ്വപ്നം ഒരു സിനിമയായി പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. സമസ്ത മേഖലകളിലും അതിൻ്റെ പെർഫെക്ഷന് വേണ്ടി പരമാവധി പരിശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ ഒത്തുചേർന്ന് ആടുജീവിതം എന്ന സിനിമ റിലീസായി പ്രേക്ഷകർക്ക് മുമ്പിലെത്തുമ്പോൾ അതിനെ ഒരു സിനിമാറ്റിക് വണ്ടർ എന്നല്ലാതെ മറ്റൊരു വാക്കുകൊണ്ടും വിശേഷിപ്പിക്കാനാവില്ല. പൃഥ്വിരാജ് എന്ന നടൻ തൻ്റെ കഴിവും പരിശ്രമവും അധ്വാനവും സ്വന്തം ശരീരം തന്നെയും ഈ ഒരു സിനിമയ്ക്കായി പരിപൂർണമായി സമർപ്പിച്ചപ്പോൾ കണ്ണു നിറയാതെ കണ്ടു പൂർത്തിയാക്കാൻ പറ്റാത്ത മറ്റൊരു ബ്ലെസി ചിത്രമാണ് പ്രേക്ഷകർക്ക് കിട്ടിയിരിക്കുന്നത്. 2008 പുറത്തിറങ്ങി ഏറ്റവും അധികം വായിക്കപ്പെട്ട മലയാളം നോവലുകളിൽ ഒന്നായി തീർന്ന ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ബ്ലെസി ഒരു സിനിമയാക്കുമ്പോൾ, ഒരു പുസ്തകം സിനിമയാക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പരിമിതികളെയും മറികടന്നുകൊണ്ട് എങ്ങനെയാണോ ഷുക്കൂറിൻ്റെ ജീവിതത്തെ എഴുത്തുകാരൻ്റെ പരമാവധി സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ബെന്യാമിൻ ആടുജീവിതമാക്കി മാറ്റിയത്, അതുപോലെ തന്നെ ബെന്യാമിൻ്റെ ആടുജീവിതത്തെ ഒരു ചിത്രകാരൻ്റെ പരമാവധി സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ബ്ലെസി തൻ്റേതാക്കി മാറ്റുകയാണ്. ആടുജീവിതത്തിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ കാണാത്ത ആൾക്കാർക്കും പുസ്തകങ്ങൾ വായിക്കാത്ത ആൾക്കാർക്കും സ്പോയിലേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആടുജീവിതം കാണാനായി തിയേറ്ററിലേക്ക് പോകുമ്പോൾ ഇത്രയും കാലം ഒരു സിനിമയ്ക്ക് വേണ്ടിയോ എന്ന ചിന്തയായിരുന്നു മനസ്സ് മുഴുവൻ. 16 വർഷത്തിൻ്റെ ഒരുക്കം എന്ന് പറയുമ്പോൾ ബ്ലെസി അവസാനമായി ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. 2018 സിനിമ ചിത്രീകരണം ആരംഭിക്കുന്നത്. 6 വർഷക്കാലം. എന്തിനിത്ര കാലമെടുത്തു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആദ്യത്തെ ഷോട്ടിൽ നിന്ന് തന്നെ കിട്ടിയിരുന്നു. നക്ഷത്രങ്ങളുടെയും മിൽക്കി വേയുടെയും ആകാശഗംഗയുടെയും ഒക്കെ ഫോട്ടോ എടുക്കാനായിട്ട് ഒരുപാട് രാത്രി ഉറക്കമുളച്ചിട്ടും സാധിക്കാതെ പോയ ഒരു ഫോട്ടോഗ്രാഫറാണ് ഞാൻ. ചക്രവാളത്തിൽ ആകാശഗംഗ കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഈ ആകാശത്തിൻ്റെ പ്രതിഫലനം താഴെ മസറയിലെ ഒട്ടകങ്ങൾക്കും ആടുകൾക്കും വെള്ളം കൊടുക്കുന്ന പാത്രത്തിൽ വന്ന് വീഴുമ്പോൾ ആ പാത്രത്തിൽ നിന്നും തലയുയർത്തി പ്രേക്ഷകർക്ക് നേരെ നോക്കുന്ന മറ്റൊരു മൃഗമായി മാറിയ പൃഥ്വിരാജിൻ്റെ നജീബ്. ആ ഫസ്റ്റ് ഷോട്ടിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഇതിനാണ് ഈ സംവിധായകൻ 16 വർഷക്കാലം കാത്തിരുന്നത്. ഇതിനു വേണ്ടിയാണ് പൃഥ്വിരാജ് എന്ന നടൻ തൻ്റെ ആരോഗ്യത്തെ പോലും മാറ്റിവെച്ചുകൊണ്ട് തൻ്റെ ശരീരം സമർപ്പിച്ചത്. കുടിയേറ്റത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇത് കണക്റ്റഡ് ആവുന്നൊരു ജനത മലയാളികളെക്കാൾ അപ്പുറത്ത് വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് വലിയ സംശയമുണ്ട്. മുതുമുത്തശ്ശന്മാരുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള മലബാർ കുടിയേറ്റത്തിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഞാനൊക്കെ. ഗൾഫ് കുടിയേറ്റത്തിന് കേരള ചരിത്രത്തിലും ഇന്ത്യ ചരിത്രത്തിലുമുള്ള പ്രാധാന്യം വളരെ വലുതാണ്. പുതിയ തലമുറ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മൈഗ്രേഷനും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി മനുഷ്യൻ മുൻപോട്ട് പോകുന്ന ഈ ഒരു പ്രക്രിയയ്ക്ക് കാലചക്രത്തോളം പഴക്കമുണ്ട്. അത്തരത്തിൽ തൻ്റെ സ്വപ്നങ്ങളും കുടുംബത്തിൻ്റെ സ്വപ്നങ്ങളും തോളിലേറ്റി ഗൾഫിലേക്ക് പോയിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് നജീബും. രക്ഷപ്പെട്ടവരും മരണപ്പെട്ടവരും കാണാതെ പോയവരുമായി എത്രയോ ആൾക്കാർ. അതിലൊരാളായ നജീബിൻ്റെ കഥ. ഗൾഫ് രാജ്യത്തെത്തിയതിനു ശേഷം ഹക്കീമും നജീബും ആദ്യമായി പഠിക്കുന്ന ഒരു അറബി വാക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് കഫീൽ എന്ന വാക്കാണ്. അതിനർത്ഥം യജമാനൻ എന്നാണ്. ഭാഷയറിയാതെ എന്ത് ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ച് നിന്ന 2 പാവങ്ങളെ കഫീൽ എന്ന പേരിൽ യജമാനനാണ് വരുന്നത്, അവരോട് മറിച്ചു പറയാൻ പാടില്ല, എതിർത്ത് പറയാൻ പാടില്ല എന്നൊരവസ്ഥയിൽ അടിമപ്പെട്ടു പോകേണ്ടി വരുന്ന 2 പേരുടെ കഥ. വിവേചനത്തിൻ്റെ ഡിഫറെൻറ്റ് ലെവൽസും കൂടെ കാണിച്ചു തരുന്നുണ്ട് ആടുജീവിതം. അറബിയുടെ അടിമയായി
ഒരു ഇന്ത്യക്കാരൻ. അയാളെയാണ് മസ്രയിൽ വെച്ച് പൃഥ്വിരാജ് ആദ്യം കാണുന്നത്. നജീബിന് മുൻപ് അവിടെ വന്നിട്ടുള്ള മറ്റൊരടിമ. ഈ അടിമ നജീബിനെ വിളിക്കുന്നത് മദ്രാസി എന്നാണ്. പലതവണ മദ്രാസി അല്ല കേരളമാണ് എന്ന് പറയാൻ പൃഥ്വിരാജ് ശ്രമിക്കുന്നുണ്ട്. അടിമത്തത്തിനിടയിലും മനുഷ്യരുടെ ഉള്ളിൽ പതിഞ്ഞുപോയ വിവേചനത്തിൻ്റെ വേരുകൾ കാണിച്ചു തരുന്ന ചില സന്ദർഭങ്ങൾ. പേരെന്താണ് എന്ന് ചോദിക്കുമ്പോൾ നാം ഭൂൽ ഗയ എന്ന് പറയുന്ന ആ ഇന്ത്യക്കാരൻ, എത്ര നാളായിട്ടുണ്ടാവും അയാൾ അവിടെ എത്തിയിട്ട്? ആർക്കും അറിയില്ല. അയാൾ മരണപ്പെട്ടതും മറ്റാരും അറിഞ്ഞു കാണില്ല. നജീബ് പോലും അറിയുന്നത് കഴുകന്മാർ കൊത്തിവലിക്കുന്ന മണ്ണിൽ പൂണ്ടുപോയ മൃതദേഹം കാണുമ്പോൾ മാത്രമാണ്. അനുസരണയില്ലാതെ യജമാനന്മാർ പറയുന്നത്, കഫീൽമാർ പറയുന്നത് അനുസരിക്കാതെ മാറി നിൽക്കുന്ന പൃഥ്വിരാജിനെ അവർ അടുത്തേക്ക് വിളിക്കുന്നത് കനലിൽ ചുട്ടെടുത്ത കുബൂസ് കാണിച്ചിട്ടാണ്. ആ കുബൂസ് നീട്ടുമ്പോൾ അനുസരണയുള്ള മറ്റൊരു മൃഗത്തെ പോലെ നജീബ് അടുത്തേക്ക് വരുന്നു. അവരുടെ അടുത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ അറബികൾ പരസ്പരം പറയുന്നത് ഇങ്ങനെയാണ്: വിശന്നിട്ടായിരിക്കും, നീ ഇത് കഴിച്ചോ, റൊട്ടി ജീവൻ തിരിച്ചു നൽകും. ആ റൊട്ടി കയ്യിൽ കിട്ടുമ്പോൾ നജീബ് തൻ്റെ സ്വപ്നങ്ങളെയും കുടുംബത്തിൻ്റെ ഭാരത്തെയും സ്വപ്നങ്ങളെയും ഒക്കെ ആ വേള മറന്നുപോയിട്ടുണ്ടാവും. അപ്പോൾ നജീബിൻ്റെ മുമ്പിൽ വിശപ്പും സ്വന്തം ജീവൻ മാത്രമേ ഉള്ളൂ. റൊട്ടി ജീവൻ തിരിച്ചു നൽകും എന്നുള്ള തിരിച്ചറിവ് മാത്രം. അതിനുശേഷമാണ് ആ ജീവിതത്തോട് നജീബ് പൊരുത്തപ്പെടുന്നത്. അതിനുശേഷം മറ്റൊരു ഫ്രെയിമിൽ നമ്മൾ നജീബിനെ കാണുന്നത് നിർത്തിയിട്ട വണ്ടിയുടെ കണ്ണാടിയിൽ തൻ്റെ മുഖം നോക്കുന്ന നജീബിനെയാണ്. കാലം ഒരുപാട് കഴിഞ്ഞുപോയി എന്ന് നിമിഷാർദ്ധ നേരം കൊണ്ട് പ്രേക്ഷകനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവിടെ ബ്ലസ്സി എന്ന സംവിധായകൻ. കാലത്തെ അടയാളപ്പെടുത്താൻ മലയാള സിനിമയ്ക്ക് കാലങ്ങളായി ചില കെട്ടുകാഴ്ചകളുണ്ട്. അവിടെ കാലങ്ങൾ കടന്നു പോകുന്നത് ഫ്ലാഷ് ബാക്ക് സ്റ്റോറികളായിട്ടും ചിലപ്പോൾ ഒരു കുടുംബം തന്നെ പടർന്ന് പന്തലിക്കുന്നത് ഒരു പാട്ടിലുമൊക്കെ ആയിരിക്കും. ഇവിടെ എപ്പോഴാണ് ഈ കാലഘട്ടം കഴിഞ്ഞു പോയത് എന്ന് പ്രേക്ഷകന് പിടികൊടുക്കാതെ ഒരു ഞെട്ടലിലൂടെ ആ മുഖം കാണിച്ചുകൊണ്ടാണ് ബ്ലസ്സി സമയത്തിനപ്പുറത്തേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. ഇത്തരത്തിലുള്ള ടൈം ട്രാൻസിഷൻസ് ഇതിനു മുൻപ് ശ്രദ്ധിച്ചിട്ടുള്ളത് മണിരത്നം സിനിമകളിലാണ്. നായകൻ സിനിമയിലൊക്കെ ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞു പോയതായി നമ്മൾ മനസ്സിലാക്കുന്നത് പെട്ടെന്നൊരു സീനിൽ നായകനോ നായികയ്ക്കോ ഉണ്ടായിട്ടുള്ള രൂപമാറ്റങ്ങൾ കാണുമ്പോൾ മാത്രമാണ്. ബിയോണ്ട് എക്സ്പ്ലനേഷൻസ്, പെട്ടെന്ന് സമയം കടന്നു പോകുന്ന ഒരു പ്രക്രിയ. അത്തരത്തിലാണ് ഇവിടെ ബ്ലസ്സി നജീബിൻ്റെ ആട്ടിടയ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ആടുകളുമായുള്ള ആത്മബന്ധം കാണിക്കാനായി നോവലുള്ള അത്രയും സമയം ബ്ലസ്സി ചെലവഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും ചില സുപ്രധാന രംഗങ്ങൾ നമുക്ക് മറക്കാനാവില്ല. അതിലൊന്ന് വേദനയിൽ പുളയുന്ന പൃഥ്വിരാജിനെ കണ്ട് ആടുകൾ തിരിച്ചു വരുന്ന രംഗമാണെങ്കിൽ, മറ്റൊന്ന് വളരെ സ്വാഭാവികമായി തനിക്ക് കിട്ടിയ ഭക്ഷണം അടുത്തു വന്ന ആടിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന പൃഥ്വിരാജിൻ്റെ ഒരു രംഗമാണ്. നിനക്കിന്ന് കാലങ്ങൾക്ക് ശേഷം ഇറച്ചി കഴിക്കാമെന്ന് പറഞ്ഞ് കഫീലിൻ്റെ മകളുടെ കല്യാണ വിരുന്നിൻ്റെ ഭാഗമായി പൃഥ്വിരാജിന് ഇറച്ചിയിട്ട് കൊടുക്കുന്ന ഒരു രംഗമുണ്ട്. ഒരാടിൻ്റെ പാചകം ചെയ്ത കാലാണ് പൃഥ്വിരാജിൻ്റെ മടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ആ ഇറച്ചി പൃഥ്വിരാജ് കഴിക്കുന്നതായിട്ട് കാണുന്നില്ല. അതിന് കാരണം താനായി തന്നെ മാറിയ ആ ആട്ടിൻകൂട്ടത്തിൽ ഒരാടിൻ്റെ ഇറച്ചിയാണ് പൃഥ്വിരാജിൻ്റെ കയ്യിലിരിക്കുന്നത്. ആ ഇറച്ചിയിലേക്ക് നോക്കി കൂടെയുള്ള ആടുകളെ നോക്കുന്ന പൃഥ്വിരാജിൻ്റെ ഒരു രംഗം, അത് വളരെ പ്രസക്തമായ ഒരു രംഗമാണ് സിനിമയിൽ. തൻ്റെ ഭക്ഷണം ആടുകൾക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ഒട്ടകങ്ങൾക്കും ആടുകൾക്കും കൊടുക്കാനുള്ള ഭക്ഷണം പാട്ടയിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ വളരെ സ്വാഭാവികമായി അത് വാരിക്കഴിച്ച് ബാക്കി ഭക്ഷണം അവർക്ക് കൊടുക്കുന്ന പൃഥ്വിരാജിനെയും നമുക്ക് കാണാൻ സാധിക്കും. ഒടുവിൽ ഹക്കീമിനെയും ഇബ്രാഹിം ഗാദ്രിയെയും കണ്ട് രക്ഷപ്പെടാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി രക്ഷപ്പെടേണ്ട ദിവസം ആടുകളെ പിരിയുന്ന സങ്കടത്തിൽ ഞാൻ പോവാടാ എന്ന് പറഞ്ഞ് അവരോട് സംസാരിക്കുന്ന പൃഥ്വിരാജിനെ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന് വാക്കുകൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹക്കീമിനെ കാണുന്നതിന് മുൻപ് വരെയും സംസാരിക്കുന്നത് ആടുകളോടാണ്, അവരോടുണ്ടാക്കുന്ന ശബ്ദങ്ങൾ മാത്രമാണ്. ഹക്കീമിനെ കാണുമ്പോഴാണ് അവർ രണ്ടുപേരും എത്ര കണ്ട് ഭാഷ മറന്നുപോയി എന്ന് അവർ രണ്ടുപേരും തിരിച്ചറിയുന്നത് തന്നെ. പോകുന്നതിന് മുൻപ് അവർക്കെല്ലാവർക്കും ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന നജീബിനെ വളരെ ഇമോഷണലായി കാണിച്ചതിന് ശേഷം മസറ വിട്ട് മുൻപോട്ട് പോകുന്ന നജീബ് വളരെ വിഷമത്തോടെ അവയെ പിരിയുന്ന വേദനയിൽ തിരിഞ്ഞു നോക്കുന്നുണ്ട്. സങ്കടത്തോടെ തിരിഞ്ഞു നോക്കുന്ന നജീബിൻ്റെ മുഖത്ത് ഏതാനും സെക്കൻഡുകൾക്കപ്പുറം ഒരു ചിരി കടന്നു വരുന്നുണ്ട്. ആ ചിരി ഒടുവിൽ രക്ഷപ്പെടാൻ പോകുന്നു എന്ന തിരിച്ചറിവിൻ്റേതാണ്. രക്ഷപ്പെടലിന് മുൻപാണ്
ഈ സിനിമയിൽ എല്ലാവരും ഒരുപോലെ ഞെട്ടിപ്പോയ ആ ഒരു രംഗമുള്ളത്. രക്ഷപ്പെടുന്നതിന് തൊട്ടു മുൻപ് തൻ്റെ യജമാനന്മാർ മസറ വിട്ടതിന് ശേഷം വളരെ സ്വാഭാവികമായി തൻ്റെ മേലങ്കി ഊരിക്കളഞ്ഞ് പരിപൂർണ നഗ്നനായി കുളിക്കാൻ പോകുന്ന പൃഥ്വിരാജിൻ്റെ രംഗം. ആ നടൻ്റെ ട്രാൻസ്ഫർമേഷൻ, ആ ഒരു സമർപ്പണം, അതിൽ പ്രേക്ഷകനുണ്ടാകുന്ന ഒരു ഞെട്ടൽ എന്നതിനപ്പുറം ആ മരുഭൂമിയിൽ എത്ര കണ്ട് അദ്ദേഹം അന്യനായിരുന്നുവെന്ന്, ഏകനായിരുന്നുവെന്ന് കാണിക്കാനും കൂടിയാണ് ആ ഒരു രംഗം. ഇൻ്റർവ്യൂകളിലൊക്കെ ഏറ്റവും മെലിഞ്ഞ രംഗം നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല, അതിന് കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇത്രയും ഞാനും കരുതിയിരുന്നില്ല. ആ ഒരു രംഗത്തിൽ നിറഞ്ഞിരുന്ന തിയേറ്ററിൽ നിന്നും ഉണ്ടായ ഒരു ശബ്ദമുണ്ട്, എന്നൊരു ശബ്ദം. എല്ലാവരും ഒരുപോലെ ഞെട്ടിയ ആ ഒരു രംഗം. മലയാളത്തിലെ യുവ താരനിരയോട് ഇനി മേലിൽ എന്നെ താരതമ്യം ചെയ്യരുത് എന്നുള്ള പൃഥ്വിരാജിൻ്റെ സ്ട്രോങ്ങസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു സിനിമ. ഹി ഹാസ് ഗോൺ ബിയോണ്ട് കമ്പാരിസൺസ് ടു എനി വൺ. കാലഘട്ടത്തിൻ്റെ മാറ്റത്തെ സൂചിപ്പിക്കുന്ന ഒരുപാട് രംഗങ്ങൾ. അച്ചാർ കുപ്പിയിൽ അച്ചാറിൻ്റെ മണം, അതിൻ്റെ സ്വാദ് എങ്ങനെയാണ് പഴയ ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരുന്നത് എന്നുള്ളത്. ഉണങ്ങി വരേണ്ട തൊലിയിലേക്ക് മഴവെള്ളം പതിക്കുമ്പോൾ, ടാപ്പിലെ വെള്ളം പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വേദന, കാലങ്ങൾക്ക് ശേഷം രക്ഷപ്പെടാനായി മാറ്റിവെച്ച വസ്ത്രമെടുത്തുടുക്കുമ്പോൾ തൻ്റെ ശരീരം എത്ര കണ്ട് മാറിപ്പോയി എന്ന് മനസ്സിലാകുന്ന പൃഥ്വിരാജിൻ്റെ മുഖത്തെ വേദന, പൊട്ടിയ ബട്ടൺസ് എടുത്ത് കയ്യിൽ വെച്ച് പഴയ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകുന്ന സമയം. ഈ രംഗങ്ങൾക്ക് ശേഷമുള്ള മരുഭൂമിയിലെ യാത്രയാണ് ഈ സിനിമയുടെ പീക്ക് പോയിന്റ്. അത് പറഞ്ഞു തരുന്നതിനപ്പുറം തിയേറ്ററിൽ അനുഭവിക്കുക തന്നെ വേണം. മഞ്ഞുമൽ ബോയ്സ് ഇറങ്ങിയ സമയത്ത് ചെയ്ത റിവ്യൂവിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെയേറെ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ട് കൂടിയും അത്ര കണ്ട് മലയാളം സിനിമ കൈവെക്കാതിരുന്ന ഒരു ജോണറാണ് സർവൈവൽ മൂവീസ് എന്ന്. തിരുത്തി പറയാതെ മറ്റു മാർഗമില്ല. യഥാർത്ഥ കഥാപാത്രങ്ങളെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നതിൽ പൃഥ്വിരാജ് എന്നും സർവൈവൽ മൂവീസ് അവതരിപ്പിക്കുന്നതിൽ മലയാളം സിനിമയും അതിൻ്റെ എവർ ഹൈ എത്തിയിട്ടുണ്ട് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു ആടുജീവിതത്തിന് ശേഷം. ഹക്കീമിനെയും നജീബിനെയും അവതരിപ്പിച്ച ഗോകുലിനും പൃഥ്വിരാജിനും തങ്ങളുടെ ശരീരത്തെ മുഴുവനായും ഉപയോഗിച്ച് വളരെ ഡ്രമാറ്റിക്കായിട്ട് അഭിനയിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇബ്രാഹിം ഖാദിരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ വളരെ സറ്റിലായിട്ടുള്ള ഇമോഷണൽ ബിഹേവിയേഴ്സ് കൊണ്ട് തൻ്റെ അഭിനയം അവിസ്മരണീയമാക്കി മാറ്റുന്നുണ്ട്. ചില രംഗങ്ങളിൽ ഈ ഒരു സറ്റിലിറ്റി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ പൃഥ്വിരാജിൻ്റെയും ഗോകുലിൻ്റെയും അഭിനയത്തിനും മുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇദ്ദേഹം രക്ഷപ്പെടുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹക്കീം മരണപ്പെടാനുള്ള സാധ്യതകളും ഒരു പക്ഷേ മുൻകൂട്ടി കാണാൻ സാധിക്കുന്നുണ്ട്. ഹക്കീമിൻ്റെ മരണം പ്രേക്ഷകരിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് വളരെ വലുതാണ്. ഹക്കീമിൻ്റെ മരണത്തെക്കാളും കൂടുതൽ എൻ്റെ മനസ്സിൽ ഇമ്പാക്റ്റ്ഫുള്ളായി മാറിയത് ഹക്കീമിൻ്റെ ശരീരം മണൽക്കാറ്റെടുക്കുന്ന മരുഭൂമി എടുത്തു പോകുന്ന രംഗമാണ്. കാലാകാലങ്ങളായി പല ഭാഷകളിൽ കണ്ടിട്ടുള്ള സർവൈവൽ മൂവീസിൻ്റെ എല്ലാം അവസാനം യഥാർത്ഥ ജീവിതം അനുഭവിച്ചിട്ടുള്ള ആളുടെ പിക്ചേഴ്സും അതുപോലെ തന്നെ സർവൈവ് ചെയ്ത ആളുടെ ഫാമിലി റീയൂണിയനും ഒക്കെ കാണിച്ചിട്ടാണ്. ഇത്തരത്തിൽ ഫാമിലി റീയൂണിയനിലേക്ക് വരുമ്പോഴാണ് പ്രേക്ഷകർ അനുഭവിച്ചിട്ടുള്ള ആ ഒരു ഇമോഷൻസിൻ്റെ ഒക്കെ പീക്ക് മൊമെൻ്റ് സംഭവിക്കുന്നതും അത് ബ്രേക്ക് ഡൗൺ ആകുന്നതും. അങ്ങനെ അല്ലാതെ ഒരു സർവൈവൽ ഡ്രാമ ഓർത്തെടുക്കാൻ സാധിക്കുന്നില്ല. പെട്ടെന്നൊരു ഉദാഹരണത്തിലേക്ക് പോകാനാണെങ്കിൽ മഞ്ഞുമൽ ബോയ്സിൽ ആ ഇമോഷൻസിൻ്റെ പീക്ക് മൊമെൻ്റ് സംഭവിക്കുന്നത് ഇവർക്കുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വീട്ടുകാരറിയുകയും സുഭാഷിനെ രക്ഷപ്പെടുത്തിയ കുട്ടേട്ടൻ്റെ അടുത്ത് വന്ന് സുഭാഷിൻ്റെ അമ്മ കെട്ടിപ്പിടിച്ച് കരയുകയും ചെയ്യുമ്പോഴാണ്. ഇത്തരത്തിലാണ് മിക്ക സിനിമകളുടെയും അവസാനം. ടോം ഹാങ്സിൻ്റെ കാസ്റ്റവേ ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യപ്പെടുന്ന മറ്റൊരു സിനിമ. ആ സിനിമയുടെയും അവസാനത്തിൽ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് എത്തുന്നു, അതിനുശേഷം മറ്റൊരാളെ തേടി പോകുന്ന ടോം ഹാങ്സ്. അവിടെയാണ് സിനിമയുടെ ഇമോഷണൽ പീക്ക് സംഭവിക്കുന്നത്. സ്വാഭാവികമായും സിനിമയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പീക്ക് മൊമെൻറ്റിന് വേണ്ടി ആൾക്കാർ വെയിറ്റ് ചെയ്യുമ്പോൾ ബ്ലസ്സി എന്ന സംവിധായകൻ അതിനു മുൻപ് ഈ സിനിമ അവസാനിപ്പിക്കുകയാണ്. എന്തിനായിരിക്കാം ഇത്തരത്തിലൊരു ക്രിയേറ്റീവ് ഡിസിഷൻ ബ്ലസ്സി എടുത്തത് എന്നൊരു ചോദ്യം ഒരുപാട് പേരുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതിനോട് ചേർത്ത് വെക്കേണ്ട കുറച്ചധികം സംഭവങ്ങൾ ബ്ലസ്സി പറഞ്ഞു പോകുന്നുണ്ട്. ഏതൊരു സർവൈവൽ ചിത്രത്തിലും സർവൈവ് ചെയ്യുന്ന ആളോടൊപ്പം തന്നെ അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാരുടെ ഇമോഷണൽ വ്യവഹാരങ്ങളെ കൂടി കാണിച്ചു തരാൻ ശ്രമിക്കാറുണ്ട്.
ഇവിടെ ബ്ലസ്സി അതിനും മുതിരുന്നില്ല എന്നൊരു കാര്യം കൂടെ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. നജീബിനെ കാണാതാകുമ്പോൾ ഗർഭിണിയായ ഭാര്യയ്ക്കുണ്ടാവുന്ന, ഉമ്മയ്ക്കുണ്ടാവുന്ന, നാട്ടുകാർക്കുണ്ടാവുന്ന വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ സിനിമയിൽ കാണിച്ചുകൂടായിരുന്നു. അത് വേണ്ട എന്ന് ബ്ലസ്സി തീരുമാനിക്കുകയാണ്. ഒരുപാട് പേർ ചോദിച്ച കാര്യമാണ് ഒട്ടകങ്ങൾക്കും ആടുകൾക്കും അവർക്ക് നജീബിനോടുള്ള ഇമോഷണൽ കണക്ഷനും കുറച്ച് സമയം മാറ്റി വെച്ചുകൂടായിരുന്നോ എന്ന്. ഇതിനൊന്നും ബ്ലസ്സി മുതിരുന്നില്ല എന്നുള്ളതാണ്. ഈ ഒരു സിനിമ മുഴുവനായും നജീബിനെ കേന്ദ്രീകരിച്ചായിരിക്കണമെന്ന് സംവിധായകന് വാശിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ കണ്ടിട്ടുള്ള സർവൈവൽ സിനിമകളുടെ സ്വഭാവമല്ല ആടുജീവിതം സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടിലേക്കെത്തി ഒരു ഇമോഷണൽ പീക്ക് മൊമെൻറ്റിലേക്ക് പോവാതെ നജീബിൽ തുടങ്ങി നജീബിൻ്റെ മടക്കയാത്രയിൽ തന്നെ ബ്ലസ്സി ഈ സിനിമ അവസാനിപ്പിക്കുന്നത്. എനിക്ക് പേഴ്സണലി വളരെ മനോഹരമായി തോന്നിയ എടുത്തു പറയേണ്ട മറ്റൊന്ന് അമല പോളിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പ്രണയരംഗങ്ങളാണ്. പൃഥ്വിരാജ് എന്ന നടൻ പല സിനിമകളിൽ അഭിനയിക്കുമ്പോഴും ഇത് പൃഥ്വിരാജ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് മാനറിസംസ് പ്രേക്ഷകർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാറുണ്ട്. അതിൽ നിന്നെല്ലാം പൂർണ്ണമായി മാറി നിൽക്കാൻ പൃഥ്വിരാജിന് സാധിച്ചു എന്നുള്ളിടത്താണ്, അത്തരത്തിൽ പൃഥ്വിരാജിനെ മാറ്റി നിർത്താൻ ബ്ലസ്സി എന്ന സംവിധായകന് സാധിച്ചു എന്നുള്ളിടത്താണ് ഈ സിനിമയുടെ വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് പ്രണയരംഗങ്ങളിൽ ഇത്തരത്തിലുള്ള മാനറിസംസ് ഒരുപാട് പൃഥ്വിരാജ് ഇടാറുണ്ട്, കയ്യിൽ നിടാറുണ്ട്. അതൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുപോലെ തന്നെ വളരെ ഓർഗാനിക്കായി ആ രംഗങ്ങൾ തോന്നി. പ്രത്യേകിച്ച് ചുംബന രംഗങ്ങളും പ്രണയരംഗങ്ങളും ഒക്കെ വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന രീതിയിൽ കണ്ടത് വളരെ കുളിർമയുള്ള സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പ്രത്യേകിച്ച് ഇൻറ്റിമേറ്റ് രംഗങ്ങളൊക്കെ വളരെ മനോഹരമായി വന്നിട്ടുണ്ട്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്ന് ട്രാൻസിഷൻ രംഗങ്ങളാണ്. വെള്ളം പാഴാക്കി എന്ന പേരിൽ അടികൊണ്ട് അവശനായി കിടക്കുന്ന പൃഥ്വിരാജ് മണലിലൂടെ ഒഴുകി മാറുന്ന വെള്ളത്തെ നോക്കി ആ വെള്ളം പ്രേക്ഷകന് കാണിച്ചു കൊടുത്ത് ചുട്ടുപഴുത്ത മണലിലൂടെ ഒഴുകുന്ന വെള്ളം നാട്ടിലെ നദിയായി മാറുന്ന ഒരു രംഗമുണ്ട്. അതുപോലെ പ്രണയബദ്ധരായി മണല് കോരുന്ന തോണിയിൽ കിടക്കുന്ന പൃഥ്വിരാജിൻ്റെയും അമല പോളിൻ്റെയും തോണി വെള്ളത്തിലേക്ക് മുങ്ങുകയും മുങ്ങിയിടത്തുനിന്ന് പൊങ്ങി വരികയും ആ തോണിയിലെയും മണലിലെയും വെള്ളം വാർന്നു പോവുകയും വറ്റിപ്പോവുകയും അതോടൊപ്പം അമല പോൾ അപ്രത്യക്ഷയാവുകയും പൃഥ്വിരാജ് മരുഭൂമിയിൽ കിടക്കുന്നതായും കാണിക്കുന്ന രംഗങ്ങൾ, ഈ ട്രാൻസിഷൻ രംഗങ്ങളൊക്കെ വളരെ മനോഹരമായിരുന്നു. അതോടൊപ്പം സുനിൽ കെ.എസിൻ്റെ സിനിമാറ്റോഗ്രഫി ഇതിനു മുൻപ് എവിടെയും കണ്ടിട്ടില്ലാത്ത അത്രയും മനോഹരമായിട്ടുള്ള രംഗങ്ങളെന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീകർ പ്രസാദിൻ്റെ എഡിറ്റിംഗ്, സംവിധായകനെയും എഡിറ്ററെയും പ്രശംസിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് അനാവശ്യമായി ഒരു രംഗങ്ങൾ പോലും സിനിമയിലുള്ളതായി തോന്നിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൊണ്ടാണ്. ഹാൻസ് സിമ്മർ വേണോ AR റഹ്മാൻ വേണോ എന്നൊരു ചർച്ചയിൽ AR റഹ്മാൻ ആയിരുന്നു തങ്ങളുടെ ആദ്യത്തെ ചോയ്സ് എന്ന് ഇവർ പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിനിമയുടെ ഫസ്റ്റ് ചോയ്സായി AR റഹ്മാൻ മാറുന്നതെന്നും വൈ വി കോൾ ഹിം എ ലെജൻഡ് എന്നും ഈ സിനിമ കാണിച്ചു തരുന്നുണ്ട്. ആ പാട്ടൊന്നും ഇപ്പോഴും വായിന്ന് പോയിട്ടില്ല. ബെന്യാമിൻ ആടുജീവിതം എഴുതി തുടങ്ങുന്നത് നമ്മൾ അനുഭവിക്കാത്ത ജീവിതങ്ങളൊക്കെയും നമുക്ക് കെട്ടുകഥകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സിനിമയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ഈ അനാവശ്യ വിവാദങ്ങളൊക്കെ തീർത്തും ഒഴിവാക്കാവുന്നത് തന്നെയായിരുന്നു. എന്താണ് ഒരു ആത്മകഥയെന്നും എന്താണ് ഒരു നോവലെന്നും വ്യത്യാസം അറിയാത്ത ആൾക്കാരൊന്നും അല്ല നമ്മൾ. നജീബിൻ്റെ ആത്മകഥയല്ല ആടുജീവിതം. ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്കില്ലാതെ പോയത് കൊണ്ടല്ല. ഏതിനെയും സെൻസേഷണലൈസ് ചെയ്യുക, നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നുള്ള കുറച്ച് ആൾക്കാരുടെ ശ്രമത്തിൻ്റെ ഫലമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻസ്പയർഡ് ബൈ ട്രൂ ഇവൻറ്റ്സ് എന്ന് പറയുന്നതിനർത്ഥം ഇത് മൊത്തമായും ട്രൂ ഇവൻറ്റ്സ് ആണെന്നല്ല. മറ്റൊരു വിമർശനം നോവലിനോളം സിനിമ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബെന്യാമിൻ്റെ ആടുജീവിതം പൂർണ്ണമായും സിനിമാറ്റൈസ് ചെയ്തിട്ടുള്ളൊരു സിനിമയല്ല ഗോട്ട് ലൈഫ്. അത് ആടുജീവിതത്തിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയാണ്. ഇത്തരത്തിലാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തെയും നോവലിനെയും സിനിമയെയും നോക്കി കാണേണ്ടതെന്ന് നമുക്കറിയാഞ്ഞിട്ടല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു സെൻസേഷണലൈസ് ചെയ്യുക എന്നൊരു സ്വഭാവത്തിൻ്റെ ഭാഗമായി ഇപ്പോഴുണ്ടാകുന്ന ഈ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ, ചർച്ചകൾ, അതൊരു മനുഷ്യനെ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഞാനെന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ ഒരു സിനിമ അനുഭവമായിരുന്നു ആടുജീവിതം. വളരെയധികം ഇമോഷണലി കണക്റ്റഡായി കണ്ണുകൾ നിറഞ്ഞ സന്തോഷത്തോടെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വന്ന ഒരു സിനിമാ അനുഭവമാണ് എനിക്ക് ആടുജീവിതം. എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ ഈ 2024 മലയാളം ഇങ്ങെടുത്തിരിക്കുകയാണ്.
എടുക്കാൻ തന്നെയാണ് ഇത്തവണ വന്നിട്ടുള്ളത്. ഹാറ്റ്സ് ഓഫ് ടു ബ്ലെസി, പൃഥ്വിരാജ് സുകുമാരൻ ആൻഡ് ടീം. എന്തായിരുന്നു ആടുജീവിതം കണ്ടിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.